CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ കേസ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്ത് ഉത്തരവായത്. സബ് ഇൻസ്പെക്ടർ നുമാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർക്കെതിരെയാണ് കേസ്. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂർ മാവിൻചുവട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ 7 വയസ്സുള്ള സിയ ഫാത്തിമയാണ് മരിച്ചത്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. ദേശീയ പണിമുടക്ക് ദിവസം തുറന്നു പ്രവർത്തിച്ചതിൽ പ്രകോപിതരായ പണിമുടക്ക് അനുകൂലികളാണ് ബുധനാഴ്ച രാവിലെ കടകൾക്ക് നേരെ അക്രമം നടത്തിയത്. തട്ടകത്തിന്റെ കഥാകാരന് തട്ടകത്തിലെ കലാലയത്തിൽ അപൂർവ സ്മാരകമുയർന്നു. കോവിലൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും കോവിലൻ കലാലയ പുരസ്കാര വിതരണവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ശ്രീകൃഷ്ണ കോളേജ് അധികൃതരും കോവിലൻ ട്രസ്റ്റ് ഭാരവാഹികളും അറിയിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരള സമൂഹത്തോട് മാപ്പു പറഞ്ഞ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആരോഗ്യമേഖലയിലെ സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചാവക്കാട് താലൂക്ക് ആശുപത്രി ധർണ KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിലെ സർക്കാർ അവഗണനയ്ക്കെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അനാസ്ഥയ്ക്കെതിരെയും കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ഗുരുവായൂർ മേൽപ്പാലത്തിലെ അപകടകരമായ വിള്ളൽ, അശാസ്ത്രീയമായി മേൽപ്പാലം നിർമ്മാണം നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ BJP ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽപ്പാലം ഉപരോധിച്ച് പ്രതിഷേധിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകി. കാട്ടുമങ്ങാട്ട് അബ്രഹാം കുർലോസ് ബാവയുടെ 223ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് ശ്രേഷ്ഠ ബാവയ്ക്ക് സ്വീകരണം നൽകിയത്. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാർ അവഗണനയ്ക്കെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഗുരുവായൂർ നഗരസഭ കുടുംബശ്രീ CDS 2ന്റെ നേതൃത്വത്തിൽ മട്ടുപ്പാവ് കൃഷിയുടെ ക്ലസ്റ്റർ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് നിർവഹിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സഭാങ്കണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുണ്ടകൻ കൃഷിക്കായുള്ള നെൽവിത്തിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്തിനോടുള്ള വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രതിഷേധ സമരം നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ BJP എയാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12ാം വാർഡിലെ 111ാം നമ്പർ അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരും ജീവനക്കാരും മരുന്നുകളും ഇല്ലാത്തതിനെതിരെ BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം സമർപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.